نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നമ്മളാൽ കഴിയും വിധം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം, മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധിക്കണേ എന്ന് സ്വന്തത്തോടെന്ന പോലെ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കാരുണ്യവാനായ റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അവന്റെ സ്വന്തക്കാരുടെ, പ്രിയപ്പെട്ടവരുടെ ഇഷ്ടം നേടിയെടുക്കാൻ ശ്രമിക്കാറുണ്ട്. തൻ്റെ ഭാര്യയുടെ, മക്കളുടെ, കുടുംബങ്ങളുടെ, അയൽവാസികളുടെ, ബന്ധുമിത്രാദികളുടെ എന്നിങ്ങനെ അവനുമായി ബന്ധപ്പെട്ട ആളുകളോടെല്ലാം സ്വാഭാവികമായി ഓരോ മനുഷ്യനും ഒരടുപ്പമുണ്ട്, ഇഷ്ടമുണ്ട്. അതുണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് സാധാരണയായി എല്ലാവരും ശ്രമിക്കാറുമുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇവരെക്കാളെല്ലാം ഉപരിയായി അവൻ നേടിയെടുക്കേണ്ടുന്ന ഇഷ്ടം അവന്റെ റബ്ബിനോടുള്ളതാണ്, റബ്ബിൽ നിന്നുള്ളതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അത് ആവശ്യമാണ്.
അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ സാധിക്കുക എന്നുള്ളത് അതൊരു മഹത്തരമായ കാര്യം തന്നെയാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് അവന്റെ ജീവിതം മുഴുവനും നന്നായി തീരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഒരു വിശ്വാസി, ഒരു മുസ്ലിം എന്നുള്ള നിലയിൽ എനിക്കും നിങ്ങൾക്കും ആവശ്യമായിട്ടുള്ളത് നമ്മുടെ റബ്ബിന്റെ ഇഷ്ടമാണ്. ആ ഇഷ്ടം എങ്ങനെ നമുക്ക് നേടിയെടുക്കാം? ഇതുമായി ബന്ധപ്പെട്ട ഏതാനും ചില സൂചനകളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയുമായി ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ലളിതമായി വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നമുക്ക് പഠിപ്പിച്ചു തന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രിയങ്കരമായി നമ്മുടെ റബ്ബായി മാറും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. കേവലം നാവ് കൊണ്ട് പറയലല്ല, എനിക്ക് അല്ലാഹു ഇഷ്ടമാണ്, ഇത് പറയാൻ ആർക്കും കഴിയും. പക്ഷെ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അതിനുള്ള വഴികളാണ് നമ്മൾ അന്വേഷിക്കുകയും ചെയ്യേണ്ടത്. അതിലൊന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസം ക്ലിയറാവുക എന്നുള്ളത് തന്നെയാണ്. ശിർക്ക് കലരാത്ത വിശ്വാസത്തിന്റെ ഉടമയായി തീർന്നാൽ ആ മനുഷ്യനോട് അള്ളാഹുവിന് ഇഷ്ടമുണ്ടായിരിക്കും. നമ്മളെല്ലാവരും പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. പക്ഷേ ആ വാക്ക് ഉച്ചരിക്കുന്നതോടുകൂടി അവന്റെ നാവ് കൊണ്ട് മന്ത്രിക്കുന്നതോടുകൂടി തന്നെ അള്ളാഹു അല്ലാത്തവരോടുള്ള സഹായ നേട്ടങ്ങളും വിളിച്ചു പ്രാർത്ഥനകളും ഒക്കെ അവന്റെ നാവിൽ നിന്നുണ്ടാവാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള വാക്ക് അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങണം. കേവലം നാവ് കൊണ്ട് പറഞ്ഞാൽ പോരാ. ആ നാവ് കൊണ്ട് പറയേണ്ടത് കൊണ്ടാണ് മൺപറഞ്ഞു പോയ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ഒക്കെ തന്റെ പ്രശ്നങ്ങളിൽ തന്റെ ആവശ്യങ്ങൾക്ക് ഇടപെടും എന്നുള്ള വിശ്വാസം ഒരാളിൽ കടന്നു വരുന്നത്. അങ്ങനെയായി കഴിഞ്ഞാൽ അവൻ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ആ വാക്ക് തികച്ചും കാപട്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമയിൽ നിന്നും ആഗ്രഹിക്കുന്നത്, ആവശ്യപ്പെടുന്നത് അവനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ്. നമ്മൾ കരാർ പറയാറുണ്ട് റബ്ബിനോട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇത് പറഞ്ഞ ഒരു മുസൽമാൻ നമസ്കാരാനന്തരം തന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഈ ഒരു വാക്ക് ഉച്ചരിച്ച ഒരുത്തൻ മറഞ്ഞുപോയ, മരിച്ചുപോയ ആളുകൾ തങ്ങളുടെ സഹായികളാണ് എന്ന് ഏത് നിലയിൽ പറയും, ഏത് നിലയിൽ വിശ്വസിക്കും? അങ്ങനെ ഒരാൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരാളുടെ നാവിൽ നിന്ന് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, അമ്പിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ട് അവർ മരിച്ചുപോയവരാണെങ്കിലും തങ്ങളെ സഹായിക്കുമെന്നുള്ള ബോധമുള്ള, വിശ്വാസമുള്ള ഒരുത്തനാണെങ്കിൽ അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് കപട വാക്കാണ്. വിശുദ്ധ ഖുർആൻ കൃത്യമായി നമ്മളോട് പറയുന്നുണ്ട്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമ. ഈമാനുള്ളവരായിരിക്കും അവർ, അവരുടെ ഈമാനിൽ ളുൽമ കലർത്തുകയില്ല. ഇന്നശ്ശിർക ലളുൽമുൻ അദീം. ഏറ്റവും വലിയ ളുൽമ, അക്രമം എന്ന് പറയുന്നത് ശിർക്കാണ്. ഒരു മനുഷ്യന്റെ സ്വകാര്യമായ അവന്റെ മനസ്സിൽ, അവന്റെ മാനുഷികമായി അവനിൽ നിന്ന് കഴിയാത്ത, മറ്റുള്ള മനുഷ്യരിൽ നിന്ന് അവന്റെ സഹായം പ്രതീക്ഷിക്കാൻ ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കഴിയാത്ത ഏതൊരു കാര്യവും അവൻ തേടേണ്ടത് തന്റെ റബ്ബിൽ മാത്രമാണ്. ആ ഒരു തവക്കലുണ്ടെങ്കിൽ, അതിനനുസരിച്ച് ജീവിതത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവനോട് അല്ലാഹുവിന് ഇഷ്ടമുണ്ടാവുമെന്നാണ്. ഒരിക്കലും തന്റെ ജീവിതത്തിൽ ഒരു ശിർക്ക് വരാതെ, ശിർക്കിന്റെ പ്രവർത്തനങ്ങൾ ഇത് ഇന്ന കാര്യങ്ങളൊക്കെ ശിർക്കാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അള്ളാഹുവിനോട് കാവൽ തേടിക്കൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ടോ? അവനെ ഉറപ്പിക്കാം തന്റെ റബ്ബ് തന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന്. അപ്പോ ഒന്നാമതായി അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് അള്ളാഹുവിന് ശിർക്ക് വെക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. രണ്ടാമതായി
ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ അവനെ ശ്രദ്ധിക്കേണ്ടത് തന്റെ മാതാപിതാക്കൾക്ക് അവരോട് പുണ്യം ചെയ്യുക എന്നുള്ളതാണ്. മാതാപിതാക്കളുടെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിൽ നിന്ന് കരാർ വാങ്ങിയിട്ടുണ്ട്. വഇദ് അഖദനാ മീസാഖ ബനീ ഇസ്രായീൽ ലാ തഅബുദൂന ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ മാത്രമല്ലാതെ മറ്റൊരാളെയും പ്രാർത്ഥിക്കരുത് എന്ന് ബനൂ ഇസ്രായേലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, കരാർ എടുത്തിട്ടുണ്ട്. അവർ ആ കരാർ ഏറ്റെടുത്തവരാണ്. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാം ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ഘടകവിരുദ്ധമായ പ്രവർത്തനങ്ങൾ ബനൂ ഇസ്രായേലിൽ നിന്നും വന്നു. നമുക്കറിയാം, പശുക്കുട്ടിയെ ഉണ്ടാക്കിയതും ഇതാണ് മൂസ അന്വേഷിച്ചു പോയ ദൈവം എന്ന് പറയുകയും ചെയ്ത് അത്രമാത്രം ദുൽമ പ്രവർത്തിച്ചവരാണ് അവർ. ആ വാക്ക് റബ്ബ് അവരോട് ഏറ്റെടുത്തതാണ്. ഇത് നമ്മോടുമുള്ള ബാധ്യതയാണ്. ലാ തഅബുദൂന ഇല്ലല്ലാഹ് വബിൽ വാലിദൈനി ഇഹ്സാന. രണ്ടാമതായി പറഞ്ഞത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നാണ്. പിന്നീട് അടുത്ത ബന്ധുക്കൾക്ക്, അനാഥകൾക്ക്, സാധുക്കൾക്ക്, ഇതൊക്കെ ഒരു മനുഷ്യന് റബ്ബിനോടുള്ള വാഗ്ദാനങ്ങളാണ്. മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു ഹദീസ് ഏതൊരുത്തരും ധാരാളമായി കേട്ടതാണ്. റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ. പടച്ചവന്റെ ഇഷ്ടം, അല്ലാഹുവിന്റെ ഇഷ്ടം അവന്റെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിലാണ്. ഉമ്മയും ഉപ്പയും മകനോട്, മകളോട് അവരോട് ഇഷ്ടമുണ്ടോ? തന്റെ മകന്റെ വിഷയത്തിൽ മാതാപിതാക്കളെ തൃപ്തരാണോ? എന്റെ കുട്ടി എന്നെ നോക്കും. ഏതൊരു വിഷയത്തിലാണെങ്കിലും എനിക്ക് എന്റെ മക്കൾ മതി എന്നൊരു ഉമ്മയും ബാപ്പയും നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ, ആത്മാർത്ഥമായി പറയുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, അതോടുകൂടി ഉറപ്പിക്കണം, അത് അല്ലാഹുവിന്റെ തൃപ്തി അവൻ നേടിയ അവസ്ഥയാണ്. മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ തൃപ്തി എന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതോടൊപ്പം തന്നെ അവിടുന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു മനുഷ്യനോട് അള്ളാഹുവിന് വെറുപ്പുണ്ടെങ്കിൽ അതിന്റെ കാരണം അവന്റെ മാതാപിതാക്കൾക്ക് അവനോട് വെറുപ്പാണ്. ഉമ്മാനോടും ബാപ്പാനോടും ഒക്കെ കയർത്ത് സംസാരിക്കുന്ന മക്കൾ, മാതാപിതാക്കളെ പരിപാലിക്കേണ്ടുന്ന പ്രായമേറിയ സന്ദർഭത്തിൽ അവരുടെ കൂടെ ഇല്ലാത്ത മക്കൾ, ചിന്തിക്കണം നമ്മളത്. നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ മഹീഷത്തിന് വേണ്ടി ഗൾഫ് നാടുകളിലൊക്കെ കഴിഞ്ഞുകൂടുന്ന പല ആളുകളുമുണ്ട്. ഗൾഫിലേക്ക് പോകണ്ട എന്നോ ജീവിത മാറ്റങ്ങൾ സ്വീകരിക്കണ്ട എന്നോ ഒന്നുമല്ല. ഗൾഫിലൊക്കെ പോകുന്ന ആളുകൾ തന്റെ കുടുംബത്തെ, ഭാര്യയും മക്കളെയും ഒക്കെ അങ്ങോട്ട് കൊണ്ടുപോകും. വീട്ടിലായി ആരുണ്ടാവുക? പ്രായമേറിയ ഉമ്മയും ബാപ്പയും മാത്രം. അവർക്ക് ആവശ്യത്തിന് മാസത്തില് 10,000-ഓ 20,000-ഓ ഒക്കെ അയച്ചു കൊടുക്കും. എന്ത് ആവശ്യമുണ്ടെങ്കിലും ഉമ്മ പറഞ്ഞോളി, ബാപ്പ പറഞ്ഞോളി, മകൻ പറയും, സ്നേഹത്തോടെ പറയും. ഒരു കൊല്ലം കഴിഞ്ഞു, 2 കൊല്ലം കഴിഞ്ഞു, ഉമ്മാന്റെ ഫോൺ വന്നപ്പോ ഉമ്മ കരയാണ്. എന്താണ് ഉമ്മ, നിങ്ങൾക്ക് പ്രശ്നം? ആ ഉമ്മ പറയുന്ന, മോനെ അന്നീ കുട്ടികളെ കാണാൻ പൂതിയായിട്ട് വയ്യ, മരിച്ചു പോണീങ്കടക്ക് അതൊന്ന് അതൊന്ന് കാണാൻ കഴിയില്ലേ, ഒന്ന് നാട്ടിലേക്ക് വന്നൂടെ? തന്റെ ഭാര്യയും മക്കളും കൂടെ ഉണ്ടായപ്പോ ചില മക്കൾ പറയും, ഉമ്മ ലീവ് കിട്ടണ്ടേ. കല്യാണം കഴിഞ്ഞ് 6 മാസം കൂടുമ്പോ നാട്ടിൽ വന്നിരുന്ന മകനാണ്. തന്റെ ഭാര്യയും മക്കളും തന്റെ കൂടെ ഉണ്ടായപ്പോ അവന് ലീവ് കിട്ടാനില്ല. എന്നിട്ട് നാട്ടിലെ ഉത്തരവാദിത്തപ്പെട്ടവരോടൊക്കെ പറയുന്നു, എന്താവശ്യമുണ്ടെങ്കിലും ഉമ്മാന്റെയും ബാപ്പാന്റെയും കാര്യത്തില് കടക്കാരോട് പറയുന്നു, അവർ വന്നു കടന്ന് കാശ് ചോദിച്ചാൽ കൊടുത്തോളി, ഒന്നും പ്രശ്നമാക്കണ്ട, സാമ്പത്തികമായി ഒരു പ്രശ്നമില്ല. ഇതാണോ ഒരു മക്കളിൽ നിന്ന് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന കുറെ പൈസ മാത്രമാണോ? ചിന്തിക്കണം. അത് അവരെങ്ങാനും മരണപ്പെട്ടു കഴിഞ്ഞാൽ ലീവ് എടുത്ത് ഇവൻ വരും, പിന്നെ ലീവും കിട്ടും. എന്നിട്ട് ഈ ഉമ്മാന്റെയും ബാപ്പാന്റെയും സ്വത്ത് ഒഴിവാക്കാൻ വേണ്ടി മക്കൾ തമ്മിൽ കടിപിടി കൂടുന്ന എത്ര ചിത്രങ്ങളാണ് നമ്മുടെ നാടുകളിൽ ഉണ്ടാവുക. ഈ മകന് അവന്റെ ഉമ്മാനോടും ബാപ്പാനോടും സ്നേഹം ഉണ്ടാവും. ഞാൻ സൂചിപ്പിച്ചല്ലോ, കല്യാണം കഴിഞ്ഞ ഉടനെ 6 മാസത്തിലൊരിക്കൽ ലീവ് എടുത്ത് നാട്ടിൽ വന്നിരുന്ന ആള് പിന്നീട് ലീവ് കിട്ടാനില്ല. കപട സ്നേഹവുമായി കൊണ്ടാണ് അധിക മക്കളും തന്റെ മാതാപിതാക്കളോട് പെരുമാറുന്നത്. ചില ആളുകൾക്ക് പ്രയാസമുണ്ടാവും. അവരുടെ ജോലിയുടെ, അവരുടെ സ്പോൺസറുടെ കർശനമായ സമീപനം കാരണത്താൽ വരാൻ നിവൃത്തി ഉണ്ടാവില്ല.
സ്നേഹമുള്ള മാതാപിതാക്കൾ അതിന് വരുന്ന ചെലവ് പരിഗണിക്കില്ല. ഉമ്മാന്റെയും ബാപ്പാന്റെയും ആഗ്രഹത്തിനനുസരിച്ച് അവർക്ക് തന്റെ മക്കളെ കാണിച്ചു കൊടുക്കാൻ, പേരക്കുട്ടികളെ താലോലിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കും. അതുവഴി ആ സമ്പത്തിൽ വലിയ ബർക്കത്തുമുണ്ടാവും, പടച്ചവന്റെ തൃപ്തി ഉണ്ടാവും. ഉമ്മയും ബാപ്പയും മരിക്കണ നേരത്തെ മക്കൾ അടുത്തുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ അനുഭവിക്കുന്ന സന്തോഷം, അവർക്കുണ്ടാക്കിയത് എന്റെ കുട്ടികൾ എന്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു പ്രായമേറിയ വയ്യാത്ത അവസ്ഥയിൽ ഉണ്ടാവുമ്പോൾ അവർക്കൊരു ആശ്വാസമാണ്. തൊട്ടടുത്തിരുന്നു കൊണ്ട് ഉമ്മാനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ബാപ്പാന്റെ നെഞ്ചിൽ തലവെച്ചു കൈവച്ചുകൊണ്ട് ബാപ്പാനോട് സ്നേഹത്തോടെ സാരില്ല എന്ന് പറയുന്ന ഒരു മകനടുത്തുണ്ടെങ്കിൽ അതിലും വലിയ മരുന്ന് ഒന്നുമില്ല ബാപ്പാക്കും. നമ്മൾ ആരാ സഹോദരങ്ങളെ? ഇതൊക്കെ പൂർത്തീകരിക്കുന്ന ആളുകൾ ചിന്തിക്കണം. നമുക്ക് അള്ളാഹിന്റെ സ്നേഹം വേണം, നേരെ ഓപ്പോസിറ്റ് പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. അപ്പോ അള്ളാഹുവിന്റെ സ്നേഹം നേടിയെടുക്കാനുള്ള മറ്റൊരു വഴി മാതാപിതാക്കളുടെ സ്നേഹം പിടിച്ചു പറ്റുക എന്നുള്ളത് തന്നെയാണ്. അര വാക്ക് പോലും വിശുദ്ധ ഖുർആൻ എത്ര ശക്തമായ രൂപത്തിലെ പറഞ്ഞത്. അടുത്ത വാക്ക് പറഞ്ഞു പോയത് അവരുടെ മനസ്സുകളിൽ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വാക്ക് പോലും നിങ്ങൾ നാവിൽ നിന്ന് വന്നു പോകരുത്. കാരണം പ്രായമേറി കഴിഞ്ഞാൽ മനുഷ്യന് പറ്റാത്തത് മുഴുവനും മാത്രമേ ഉമ്മയും ബാപ്പയും പറയുള്ളൂ. അവരുടെ കാട്ടിക്കൂട്ടലൊക്കെ നമുക്ക് കണ്ണിൽ പ്രയാസം ഉണ്ടാക്കുന്നതായിരിക്കും. പക്ഷെ മിണ്ടരുത് എന്നാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മളൊക്കെ മനുഷ്യരാണ്, വന്നു പോയിട്ടുണ്ടാവാം. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരോട് മാപ്പ് ചോദിക്കണം. ഉമ്മ വന്നുപോയി, ഉപ്പ എന്റെ നാവിൽ നിന്ന് അങ്ങനെ വന്നു പോയിട്ടുണ്ട്, പുറത്തു തരണം, പഠിക്കണം സഹോദരങ്ങളെ. അതുപോലെ തന്നെ റബ്ബിന്റെ ഇഷ്ടം നേടിയെടുക്കാനുള്ള മറ്റൊരു വഴി പാവപ്പെട്ട സാധുക്കളായ ആളുകൾക്ക് അന്നം നൽകുക, ഭക്ഷണം നൽകുക. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞൊരു വാക്കുണ്ട്. അവർ സാധുക്കളാണ്, പട്ടിണിയാണ് അവരുടെ വീടുകളിലൊക്കെ, അവർക്ക് തന്നെ ഭക്ഷണം ആവശ്യമാണ്. അവർ മറ്റുള്ള സാധുക്കൾക്ക് ഭക്ഷണം നൽകുന്നത് ആ ഭക്ഷണം അവർക്ക് ആവശ്യമുണ്ടായിക്കൊണ്ടാണ്. അതിനോട് അവർക്ക് സ്നേഹമുണ്ട്, താല്പര്യമുണ്ട്. പക്ഷേ അവരെന്താണ് അവരുടെ മുമ്പിലുള്ളത്? അള്ളാഹുവിന്റെ ആ ഇഷ്ടം നേടിയെടുക്കാൻ വേണ്ടിയാണ് അവരുടെ വീട്ടിലുള്ള മക്കൾക്ക് പച്ചവെള്ളം കൊടുത്തുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നു വന്ന അതിഥിയെ സൽക്കരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. സ്വന്തം വിശപ്പ് ഒതുക്കിക്കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി പരിഗണിക്കുക, ഇത് റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കേണ്ട വഴിയാണ്. അതുപോലെ തന്നെ നന്മയുടെ വിഷയങ്ങളിൽ, എല്ലാ വിഷയങ്ങളിലും നന്മയുടെ കാര്യങ്ങളിൽ മുന്നേറുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടമാണ്. الذين ينفقون في السراء والضراء والكاظمين الغيظ والعافين عن الناس والله يحب المحسنين. രഹസ്യമായും പരസ്യമായും ഒക്കെ ചെലവഴിക്കുന്നവരായ ആളുകൾ. ഒരു നാട്ടിലൊരു പ്രശ്നം വന്നു, ആ സമയത്ത് പ്രയാസങ്ങളുള്ള സമയത്ത് മുൻപന്തിയിലുണ്ടാവും. ചിലപ്പോൾ ആളുകളുടെ മുൻപിൽ കയ്യടി നേടാനുള്ള ആ ഒരു നിലയിലായിരിക്കില്ല. അവന്റെ വിഹിതം അവൻ സ്വകാര്യമായിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ അവന്റെ മനസ്സിൽ കോപം വരുന്ന സന്ദർഭങ്ങളിൽ അതിനെ പിടിച്ചെടുക്കുന്നവരായ ആളുകൾ, ജനങ്ങളോട് മാപ്പ് നൽകുന്നവർ, ഇങ്ങനെയുള്ള നല്ല പ്രവർത്തിക്കുന്ന ആളുകളെ അള്ളാഹുവിന്റെ ഇഷ്ടമാണ് എന്നാണ്. റബ്ബിന്റെ ഇഷ്ടം നേടിയെടുക്കാനുള്ള മറ്റൊരു വഴി അതാണ്. അതേപോലെ തന്നെ തൗബ ചെയ്യുന്നവരായ ആളുകൾ, അള്ളാഹുവിന്റെ അഴകിൽ തന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ ഏറ്റു പറഞ്ഞുകൊണ്ട് തൗബ ചെയ്യുന്നവരായ ആളുകൾ, അവരോട് റബ്ബിന് ഇഷ്ടമാണ്. രണ്ട് ക്വാളിഫിക്കേഷൻ അവിടെ പറഞ്ഞത്. ഒന്ന്, തൗബ ചെയ്യുന്നവരെയും അള്ളാഹുവിന് ഇഷ്ടമാണ്. ശുദ്ധിയിലും വൃത്തിയിലും വെടുപ്പും വൃത്തിയിലും നടക്കുന്നവരെയും അള്ളാഹുവിന് ഇഷ്ടമാണ്. കുളിച്ച് വൃത്തിയായി ഹറാമിന്റെ മാർഗങ്ങളിൽ പ്രവേശിക്കാതെ മോശകരമായ സന്ദർഭങ്ങളിൽ അതിൽ നിന്ന് മാറി നിൽക്കുന്നവരായ ആളുകൾ, തൗബയുള്ളവരും വൃത്തിയുള്ളവരെയും അള്ളാഹുവിന് ഇഷ്ടമാണ്. അതുപോലെ തന്നെ റബ്ബിന് ഇഷ്ടമുള്ള മറ്റൊരു വിഭാഗം നീതി പാലിക്കുന്നവരാണ്. നീതി പാലിക്കുന്നവരായ ആളുകളെ അവർക്ക് അള്ളാഹുവിന് ഇഷ്ടമാണ്. ജനങ്ങൾക്കിടയിൽ കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കുന്ന സന്ദർഭത്തിൽ നീതിയോടുകൂടി വർത്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്.
തെറ്റ് ചെയ്തവൻ തന്റെ കുടുംബത്തിലോ തന്റെ മക്കളിലോ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടിയാണ് നമ്മൾ മുന്നിട്ടിറങ്ങുക. അനീതിയുടെ പക്ഷത്ത് നിൽക്കും, നീതിയുടെ ഭാഗത്ത് നിന്നും നമ്മൾ മാറി നിൽക്കും. പക്ഷെ അവിടെ തന്റെ കുടുംബ ബന്ധത്തിൽപ്പെട്ടവരാണെങ്കിൽ പോലും നീതി അപ്പുറത്താണെങ്കിൽ അവന്റെ പക്ഷം ചേർന്ന് സംസാരിക്കുന്നവർ, അവരോടാണ് അള്ളാഹ് ഇഷ്ടം. ആ റബ്ബിന് ഇഷ്ടം നേടിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാളെ പരലോകത്ത് നീതി പാലിക്കുന്നവരായ ആളുകൾക്കുള്ള ഒരു പ്രത്യേകമായ പദവി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരികയാണ്. ഇന്നൽ മുഖ്സിതീന ഇൻദല്ലാഹി അലാ മനാബിരിൻ മിൻ നൂർ, പ്രകാശം കൊണ്ടുള്ള സിംഹാസനത്തിൽ പീഠങ്ങളിൽ അള്ളാഹു അവരെ ആദരപൂർവ്വം ഇരുത്തി കൊടുക്കുമെന്നാണ്. അപ്പൊ ഇതും റബ്ബിന്റെ തൃപ്തി നേടിയെടുക്കാനുള്ള ഒരു വഴിയാണ്. മറ്റൊന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരായ ആളുകൾ, ഇഷ്ടമാണ് റബ്ബിനവരെ. തന്റെ ശരീരവും സമ്പത്തുമൊക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ വിനിയോഗിക്കുന്നു. വഖാതിലു ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅതദു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഅ്തദീൻ. നിങ്ങളോട് യുദ്ധത്തിന് വരുന്നവരോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുകയും, ഇത് മതപരമായി ഇസ്ലാമികപരമായ ഒരു ഭരണകൂടത്തിന്റെ കീഴിലാണ് യുദ്ധം ചെയ്യേണ്ടത്. അല്ലാതെ വ്യക്തിപരമായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതിക്രിയ ചെയ്യാൻ പാടില്ല. നമ്മുടെ ഇന്ത്യ രാജ്യം പോലെയുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരിക്കലും വ്യക്തിപരമായി നമ്മൾ ആരോടും പ്രതികാരം ചെയ്യാൻ മുതിരാൻ പാടില്ല. മറിച്ച് നമ്മളിവിടെ ഉള്ള ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതിനെ പ്രതികരിക്കേണ്ടത്. കേസ് കൊടുക്കുക, പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുക പോലെയുള്ള കാര്യങ്ങൾ. അല്ലെ നമ്മൾ വ്യക്തിപരമായി അത്തരം ഘട്ടങ്ങളിൽ പകരം വീട്ടാൻ മുതിരാൻ പാടില്ല. കാരണം അത് ഇസ്ലാം അനുവദിച്ച കാര്യമല്ല. കാരണം ഒരിക്കലും അതിക്രമം എന്നുള്ളത് ഇസ്ലാം അനുവദിച്ച വിഷയമല്ല. അങ്ങനെ ഒരാൾ നീങ്ങിയാൽ അവരോട് അള്ളാഹ് ഇഷ്ടമാണ്. റബ്ബിന്റെ മാർഗത്തിൽ തന്റെ ധനം സമ്പാദികൾ ചെലവഴിക്കുന്നവരെ അള്ളാഹു ഇഷ്ടമാണ്. അള്ളാഹു പറയാണ്, വഅൻഫിഖൂ ഫീ സബീലില്ലാഹ് വലാ തുൽഖൂ ബിഅയ്ദീകും ഇലാ തഹ്ലുക വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നന്മ പ്രവർത്തിക്കുന്നവരെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നന്മയുമായി മുന്നേറുന്നവരെ റബ്ബിന് ഇഷ്ടമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ തന്നെ റബ്ബിന്റെ ഇഷ്ടം നേടിയെടുക്കാനുള്ള മറ്റൊരു വഴി പ്രവാചകനെ അനുസരിക്കുക. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തികളോട് പറഞ്ഞ വിശുദ്ധ ഖുർആനും നമ്മോട് പറയുന്നത്, നിങ്ങൾക്ക് അള്ളാഹുവിനെ ഇഷ്ടമാണോ എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരം ഇതാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ രീതികളും ആചാരങ്ങളും നമ്മൾ മനസ്സിലാക്കി വെച്ചതുമൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തെ അതാണോ എങ്കിൽ എനിക്ക് ഇന്നു മുതൽ അത് മതി എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ പടച്ചവന് ഇഷ്ടമാണ്. കാരണം അല്ലാഹു ഗഫൂർ റഹീം, വളരെ പൊറുക്കുന്നവനും കരുണ ചെയ്യുന്നവനുമാണ് നമ്മുടെ റബ്ബ്. ആ റബ്ബിന്റെ ഇഷ്ടമാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു വിഭാഗം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാളുകളാണ്, ഭക്തിയുള്ളവരായ ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, തഖ്വയുള്ളവരെ, സൂക്ഷ്മത പാലിക്കുന്നവരെ, റബ്ബിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് അവന്റെ പ്രവാചകന്റെ ചര്യകളെ, അവന്റെ പ്രവാചകന്റെ കൽപ്പനകളെ ജീവിതത്തിൽ അനുധാവനം ചെയ്തുകൊണ്ട് സൂക്ഷ്മതയോടെ ജീവിക്കുന്നവരായ ആളുകളോടും അള്ളാഹു ഇഷ്ടമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാനുണ്ട് സഹോദരങ്ങളെ. ഏതാനും ചില സൂചനകൾ മാത്രമാണ് നൽകിയത്. ഇതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യമാകുന്ന വിഷയങ്ങളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നമ്മളിൽ നിന്നും ഉണ്ടാവണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. അങ്ങനെയുള്ള നല്ലവരായ ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروه إنه هو الغفور الرحيم.